നമ്മളെല്ലാവരും ഓൺലൈനായി പർച്ചേസ് ചെയ്യാറുണ്ട്. അതുപോലെ നമുക്ക് എല്ലാവർക്കും ഈ ഒരു അനുഭവം ഉണ്ടാവും. അതായത് നമ്മൾ ഓർഡർ ചെയ്തതൊന്ന് നമുക്ക് കിട്ടിയത് മറ്റൊന്ന്. ഒരുപാട് സ്കാംസ് നടക്കും. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമ്മുടെ അടുത്ത ഐഡിയ ബാസ് പുതിയൊരു ഐഡിയയുമായിട്ട് വരികയാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം രചന ഗുപ്ത. സോ ടൈറ്റൻസ്, ഇതാണ് എക്സ്പെക്ടേഷൻസ്. പക്ഷെ ഡെലിവറി ആയ ഇതാണ് റിയാലിറ്റി. ഇങ്ങനെ തന്നെയല്ലേ ടൈറ്റൻസ് നടക്കുന്നേ? സ്ക്രീനിൽ കാണുമ്പോ മിസ് വേൾഡിനെ പോലെ സുന്ദരി, പക്ഷെ ഡെലിവറി ആവുമ്പോ ചാക്കിട്ട് നിൽക്കുന്ന ഒരു കിഴവി. ഓൺലൈൻ ഷോപ്പിംഗ് എല്ലാം ഇപ്പൊ ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് ആയിരിക്കുന്നു. എല്ലാ പ്രാവശ്യം വിചാരിക്കും ഇത് വാങ്ങണ്ട, ഇത് വാങ്ങണ്ട, ഇത് ലാസ്റ്റ് ടൈം ആണ്. പക്ഷെ ആഡ് കാണുമ്പോൾ കയ്യിന്ന് പോകും. നമ്മൾ വിചാരിക്കും എല്ലാവരും നമ്മളെ കണ്ട് ഓയ് ഹോയ് ഓയ് ഹോയ് എന്ന് പറയും. പക്ഷെ അത് ഇട്ടിട്ട് വന്നാലോ മോയെ മോയെ. പക്ഷേ ഇനി മുതൽ എക്സ്പെക്ടേഷൻസും റിയാലിറ്റിയും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. താങ്ക് യു മാം. പ്രസന്റിംഗ് ലൈവ് സ്റ്റോർ, ഇന്ത്യയുടെ ലൈവ് സ്ട്രീമിംഗ് ഷോപ്പിംഗ് ആപ്പ്. ഇവിടെ നിങ്ങൾക്ക് എല്ലാം ലൈവായി കാണാൻ പറ്റും. യെസ്, ഒരു യുണീക് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്. ഇവിടെ വസ്ത്രങ്ങൾ സ്ക്രീനിൽ വിൽക്കുന്നു. അതായത് ഞങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ ഏതൊരു സെല്ലറിനും ലൈവായി വന്ന് വസ്ത്രങ്ങൾ വിൽക്കാൻ സാധിക്കും. സെല്ലർ ഇവിടെ വന്ന് വെറും വസ്ത്രങ്ങൾ കാണിക്കുക മാത്രമല്ല, അവരത് മടക്കും, വലിക്കും, ചുരുട്ടും, ഈവൻ സൂം ചെയ്ത് കാണിച്ചു തരും. എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ സ്ക്രീനിൽ നിന്നോ വസ്ത്രം ചാടി നിങ്ങളുടെ കയ്യിൽ എത്തുന്നത് പോലെ റിയൽ ആയിരിക്കും. ഒരു മിസ്റ്ററിയും ഇല്ല, ഒരു ട്വിസ്റ്റും ഇല്ല. നിങ്ങൾ കാണുന്നത് എന്താണോ അത് തന്നെ നിങ്ങൾക്ക് ലഭിക്കും. ലൈവ് സ്റ്റോറിന്റെ എയിം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കാർട്ടിൽ റിയാലിറ്റി മാത്രമായിരിക്കണം. ഫേക്ക് പ്രൊഡക്ട്സോ ഡിസപ്പോയിന്റ്മെന്റ്സോ ഉണ്ടാവാൻ പാടില്ല. സോ ഇൻവെസ്റ്റേഴ്സ്, നിങ്ങൾ റെഡിയാണോ ലൈവ് സ്റ്റോറിനൊപ്പം ലൈവ് ആവാൻ? യെസ്, ഞങ്ങളെ കാണിക്കൂ. കാണട്ടെ. രചന മാഡം, നിങ്ങൾക്ക് ഈ ഐഡിയ എവിടെ നിന്ന് കിട്ടിയെന്ന് പറയൂ. ഞാൻ 8 വർഷമായി സോഷ്യൽ കോമേഴ്സ് ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, വീട്ടിൽ വെച്ച് തന്നെ. അവിടെ എനിക്ക് ഒരു ദിവസത്തിൽ 10 കസ്റ്റമേഴ്സ് വരികയാണെന്ന് വിചാരിക്കൂ. അതിൽ 8 കസ്റ്റമേഴ്സിന് ഒരേ ബേസിക് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അതായത്, മാം, ഓൺലൈനിൽ എനിക്ക് കുറേ സ്കാംസ് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ കാണുന്നതൊന്ന്, ഞങ്ങൾക്ക് കിട്ടുന്നത് വേറൊന്ന് എന്ന് പറയാറുണ്ട്. ബിക്കോസ് കസ്റ്റമേഴ്സ് ഞങ്ങളോട് വീഡിയോ കോൾ കാണിച്ചു തരാൻ പറയുന്നു, റിയൽ വീഡിയോ അയച്ചു തരാൻ പറയുന്നു, റൈറ്റ്? സോ ഇത് കാരണം നിറയെ ടൈം കൺസ്യൂം ആവുന്നുണ്ട്. സോ ഇതുപോലൊരു പ്ലാറ്റ്ഫോം എനിക്ക് പേഴ്സണലി കിട്ടിയിരുന്നില്ല, എവിടെ എനിക്ക് ലൈവായിട്ട് കസ്റ്റമേഴ്സിന് കാണിക്കാൻ പറ്റും. ഓട്ടോമേഷൻ ഒന്നുമില്ല. സോ ഞാൻ വിചാരിച്ചു, വൈ നോട്ട് സ്റ്റാർട്ട് ലൈവ് സ്റ്റോർ. ഇവിടെ എന്നെ പോലത്തെ സ്മോൾ സ്കെയിൽ സെല്ലേഴ്സ് ഗ്രാമങ്ങളിൽ നിന്നും സിറ്റികളിൽ നിന്നും ലൈവായി വന്ന് അവരുടെ വസ്ത്രങ്ങൾ വിൽക്കാം. കസ്റ്റമേഴ്സിന്റെ എല്ലാ സംശയങ്ങളും സോൾവ് ചെയ്യാം. ലൈവായിട്ട് തന്നെ എല്ലാ ഡൗട്ടുകളും ക്ലിയർ ചെയ്യാം. ഡയറക്ട്ലി ഓർഡർ പ്ലേസ് ചെയ്യാം. ഇതിന്റെ ഡെമോ കൊണ്ടുവന്നിട്ടുണ്ടോ? എന്നാ ഒന്ന് കാണിക്കാമോ? സോ ഇതാണ് നമ്മുടെ ലൈവ് സ്റ്റോർ ആപ്പ്. ഇതിലെ USP ആണ് ലൈവ് സ്ട്രീമിംഗ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മുടെ USP ലൈവ് ആയതും നേരെ മുകളിൽ ലൈവ് സ്റ്റോർ കാണിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് യൂസറിനെ ലൈവായിട്ട് കാണാം. രചന മാഡം, ഇനി ലൈവ് കാണാൻ പറ്റുമോ? വൈ നോട്ട് സർ. മാം, യു ക്യാൻ സീ ഏറ്റവും മേലെ നിങ്ങൾക്ക് ലൈവ് ഓപ്ഷൻ കാണും. സോ ആദ്യം ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഈ ഡ്രസ്സ് കാണിക്കുകയാണ്, നല്ല ഭംഗിയുള്ളത്, റൈറ്റ്? നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം. ആൻഡ് ആസ്ക് മീ, ഐ വിൽ റിപ്ലൈ. ശരി, ഞാനൊരു ചോദ്യം ചോദിക്കാൻ പോവുകയാണ്. ഓക്കെ, ഈ ഡ്രസ്സിന്റെ ഫാബ്രിക് പോളിസ്റ്റർ ആണ് മാം. ഇതിന്റെ പ്രൈസ് 500 rupees ഓൺലി. സൂട്ടിന്റെ ലെങ്ത് 47 inches. ഈ ആപ്പ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഈ ആപ്പിന് എത്ര പേർ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്? മാം, ആക്ച്വലി ഞങ്ങളുടെ ആപ്പ് ലൈവ് ആവാൻ പോകുന്നേ ഉള്ളൂ, പബ്ലിഷ് ആവാൻ പോണേ ഉള്ളൂ. പക്ഷെ അതിനു മുന്നേ ഞങ്ങൾ പ്രോട്ടോടൈപ്പ് ടെസ്റ്റിംഗ് ഫുള്ളായിട്ട് ചെയ്തു നോക്കി. ആസ് ഐ മെൻഷൻ ബിഫോർ, ഞാൻ ഓൾറെഡി ഫീൽഡിലുണ്ട്. അതുകൊണ്ട് എനിക്കൊരു കസ്റ്റമർ ബേസ് ഉണ്ട് ആൻഡ് സെല്ലർ ബേസും ഉണ്ട്. മാഡം, ഇത് ഡെവലപ്പ് ചെയ്യാൻ നിങ്ങൾ ഇതുവരെ എന്തുമാത്രം പണം ചെലവാക്കി? സർ, ഞങ്ങൾ ഇതുവരെയും 5 lakh ചെലവാക്കിയിട്ടുണ്ട്. ഇപ്പൊ നിങ്ങളുടെ കസ്റ്റമർ ബേസ് എത്രത്തോളം ഉയർന്നിട്ടുണ്ട്? സർ, എനിക്ക് അപ്രോക്സിമേറ്റ്ലി 20,000+ കസ്റ്റമേഴ്സ് ഉണ്ട്. അധികവും വാട്സാപ്പ് സ്റ്റാറ്റസ് വഴിയാണ് വരുന്നത്. രചന, ഈ ലൈവ് സ്റ്റോർ ഓൾറെഡി ലൈവിലുള്ളതാണോ?
ഇതിനിയും സർ ഞങ്ങൾ launch- പ്ലേ സ്റ്റോറിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി അപ്രൂവൽ കിട്ടിയാൽ മതി. സാർ നിങ്ങൾ മുന്നേ ചോദിച്ചിരുന്നല്ലോ, ഇത് ഇതുവരെ പ്ലേ സ്റ്റോറിൽ ലഭ്യമായിട്ടില്ല, അതുകൊണ്ട് ഇതിന് ഓഡിയൻസ് ബേസും ഉണ്ടാവില്ല. അതെ. പക്ഷേ നമ്മുടെ സ്റ്റുഡിയോയിൽ നമ്മുടെ ഓഡിയൻസ് ഉണ്ട്, നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. നമ്മുടെ രചന മാഡം ലൈവ് കൊമേഴ്സ് സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നു, അതിന്റെ ആവശ്യം എത്രമാത്രമുണ്ട്? നിങ്ങളുടെ സമയം ഇപ്പോൾ തുടങ്ങുന്നു. %51 ആളുകൾ ഈ പ്രൊഡക്റ്റ് വേണമെന്ന് ചിന്തിക്കുന്നു, 49% ആളുകൾ ഇത് വേണ്ട എന്നും ചിന്തിക്കുന്നു. രചന മാഡം, നിങ്ങളുടെ ആസ്ക് എത്രയാണ്? 50 lakhs ഓൺ കൺവേർട്ടബിൾ നോട്ട് ഫോർ 30% ഡിസ്കൗണ്ട്. അങ്ങനെ ചോദിക്കുന്നത് ഫെയർ ആണ്. പുതിയ കമ്പനിയാണ്, പ്രീ ലോഞ്ച് കമ്പനിയാണ്, ചോദിക്കുന്നതിൽ തെറ്റില്ല. കാരണം ഇതുവരെ ആപ്പ് റെഡി ആയിട്ടില്ല. ഇനിയും കുറെ ദൂരം സഞ്ചരിക്കാനുണ്ട്. ഇപ്പോഴുള്ളത് പ്രോട്ടോടൈപ്പിംഗ് സ്റ്റേജിലാണ്. ഞങ്ങൾ ലിബർട്ടിയുടെ ഭാഗത്ത് നിന്നും നിങ്ങൾക്കൊരു ഓഫർ തരുന്നു. ഇത് ഞങ്ങളുടെ ഫുട്വെയറിന്റെ മാർക്കറ്റിംഗ് ആണ്. പ്രോഡക്റ്റിനെ ലൈവ് പ്ലാറ്റ്ഫോമിൽ ഞങ്ങൾ വിൽക്കും. ടെസ്റ്റിംഗിന്റെ സമയത്ത് ഞങ്ങൾ എത്ര വിൽക്കുന്നുവോ അതിന്റെ 10% റവന്യൂ ഞങ്ങൾ അവർക്ക് കൊടുക്കും. അത് എന്തിനു വേണമെങ്കിലും അവർക്ക് ഉപയോഗിക്കാം. എനിക്ക് നിങ്ങളുടെ ഐഡിയ വളരെ പ്രോമിസിംഗ് ആയി തോന്നുന്നു. ഒരു മാസം 3 മണിക്കൂർ നിങ്ങൾക്ക് മെന്റർഷിപ്പ് തരാൻ ഞാൻ ഒരുക്കമാണ്. എന്റെ സോഷ്യൽ മീഡിയ ടീമുമായി കണക്ട് ചെയ്ത് അവരുടെ കമ്മ്യൂണിറ്റിയുടെ ഇൻസൈറ്റ് തരാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്നതെല്ലാം അതിന്റെ ടെസ്റ്റിംഗ് റോബാക്ക് ചെയ്യാൻ പറ്റും. എന്റെ ഭാഗത്തു നിന്ന് എന്ത് സഹായവും ചെയ്തു തരാം. വി വിൽ ഗിവ് യു ഷൗട്ട് ഔട്ട്സ്. അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. നിങ്ങളുടെ ആദ്യത്തെ 1000 കസ്റ്റമേഴ്സിന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനാകും നിങ്ങളുടെ ആപ്പ് എത്രത്തോളം റീച്ച് ആയിരിക്കുന്നു എന്ന്. ഈ ടൈറ്റൻസിന്റെ ഓഫർ വളരെ നല്ലതാണ്. അവരുടെ ഓഫർ സ്വീകരിക്കുന്നതായിരിക്കും നല്ലത്. ലൈവ് കോമേഴ്സ് പിക്കപ്പ് ആയതിനു ശേഷം നിങ്ങൾ തീർച്ചയായിട്ടും സക്സസ്ഫുൾ ആവും. സർ നടക്കും. ലൈവ് സ്റ്റോർ കൊണ്ട് തന്നെ നടക്കും. തീർച്ചയായിട്ടും. രചന മാഡം, ഓൾ ദ ഗുഡ് വിഷസ്. നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യത്തിൽ എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ ഏതെങ്കിലും സിറ്റീസിൽ, പ്രത്യേകിച്ച് മധ്യപ്രദേശിൽ ഞാൻ നിങ്ങളെ സഹായിക്കും. എന്റെ എല്ലാവിധ സപ്പോർട്ടും നിങ്ങൾക്കുണ്ടായിരിക്കും. താങ്ക് യു സോ മച്ച് ടൈറ്റൻസ്. ഇവരുടെ ഈ ഐഡിയയും അധ്വാനത്തെയും ഞാൻ അനുമോദിക്കുകയാണ്. ഒരു സിംഗിൾ ലേഡി ആൻട്രപ്രണർ ആയിരുന്നിട്ടും അവർ പ്രോബ്ലം സോൾവ് ചെയ്തിരിക്കുകയാണ്. അവരുടെ മനസ്സിലൊരു ആശയമുണ്ടായി, അത് പ്രാവർത്തികമാക്കി. എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് നല്ല പേരും പ്രശസ്തിയും ഉണ്ടാകുന്നു. താങ്ക് യു വെരി മച്ച് രചന. യെസ് പ്ലീസ്. ടൈറ്റൻസ്, ഇവിടെ വന്നിരിക്കുന്ന നമ്മുടെ സ്റ്റുഡിയോ ഓഡിയൻസിൽ ഒരുപാട് ഫ്യൂച്ചർ ഓണ്ടർപ്രണേഴ്സ് ഉണ്ട്. ആൻഡ് ഐ എം ഷുവർ അവരിൽ ഒരുപാട് പേർക്ക് നിങ്ങളോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. സോ നമ്മുടെ ഓഡിയൻസിൽ നിന്ന് ആർക്കെങ്കിലും ടൈറ്റൻസിനോട് ചോദ്യം ചോദിക്കണമെങ്കിൽ ചോദിക്കാം. യെസ് പ്ലീസ്. ഹലോ എവ്രി വൺ, എൻ്റെ പേര് സൈമ ഖാദ്രി. ഐ എം ഫ്രം മുംബൈ. എനിക്ക് അർജുൻ സാറിനോടാണ് ചോദിക്കാനുള്ളത്. സാറിന് ഞങ്ങളോട് ഇത് പറയാൻ സാധിക്കുമോ? പ്രീ മണി വാല്യുവേഷൻ ആൻഡ് പോസ്റ്റ് മണി വാല്യുവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളോട് കമ്പനിയുടെ വാല്യുവേഷൻ 100 crore ആണെന്ന് പറയുമ്പോൾ അതിൽ നിങ്ങൾ 20 കോടി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആളുകൾ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 20/100 വിച്ച് ഇസ് 20% നിങ്ങൾക്ക് ഈ കമ്പനിയിൽ കിട്ടും. നിങ്ങൾ കമ്പനിയിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കമ്പനിയുടെ വാല്യൂ ആ കാശിനേക്കാൾ കൂടുതലാവും. സോ ആക്ച്വലി 100 കോടി വാല്യുവേഷനിൽ നിങ്ങൾ 20 കോടി ഇടുകയാണെങ്കിൽ കമ്പനിയുടെ വാല്യുവേഷൻ 100 പ്ലസ് നിങ്ങൾ ഇടുന്ന 20 കോടി ക്യാഷ് ചേർത്ത് 120. ആക്ച്വലി നിങ്ങൾ 100 കോടി പ്രീ മണി വാല്യുവേഷനിൽ കമ്പനിയിൽ കാശ് ഇടുവാണെങ്കിൽ കമ്പനിയുടെ വാല്യുവേഷൻ 120 മാറും. 20/120, അതായത് 16.7% കമ്പനിയിൽ നിന്ന് കിട്ടും. ഇതാണ് പ്രീ മണിയും പോസ്റ്റ് മണിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. താങ്ക് യു സോ മച്ച് സർ. നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഇതുപോലെ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവും. അത് ഓരോന്നും നമുക്ക് ചോദിച്ചുകൊണ്ട് തന്നെ പോവാം. നിങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്ന് ഇവിടെയുള്ള ഓഡിയൻസിന് മാത്രമല്ല വീട്ടിൽ നിന്ന് കാണുന്നവർക്കും ഒരുപാട് അറിവുകൾ കിട്ടണം.